ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കേ. അപ്പോൾ ഇത് അലിഗേഷൻ വെച്ച് ചെയ്യാമെന്ന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അലിഗേഷനും വെയ്റ്റഡ് ആവറേജും സെയിം തന്നെയാണ്. ചില സ്ഥലത്ത് നമ്മൾ വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്യും, ചില സ്ഥലത്ത് അത് എളുപ്പം അനുസരിച്ചാണ്. ഇത് നല്ലോണം പഠിക്കുമ്പോൾ മനസ്സിലാവും. ദ ആവറേജ് സ്കോർ ഇൻ എ ടെസ്റ്റ് ഫോർ 50 സ്റ്റുഡൻസ് ഈസ് 44. ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് 40% സ്റ്റുഡൻസ് ഗേൾസും റെസ്റ്റ് ആർ ബോയ്സും ആണ്. ദ ആവറേജ് സ്കോർ ഓഫ് ബോയ്സ് ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഗേൾസ്. വാട്ട് ഇസ് ആവറേജ് സ്കോർ ഓഫ് ഗേൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ കാര്യം ഇവിടെ എഴുതുന്നു, ബോയ്സിൻ്റെ കാര്യം ഇവിടെ എഴുതുന്നു. അപ്പോൾ ഗേൾസ് എത്രയാണ്? 40% ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ടോട്ടൽ 5 ഉണ്ടെങ്കിൽ അതിൽ 2 ഗേൾസും 3 ബോയ്സും ആണുള്ളത്. നമ്മൾ നമ്പർ എഴുതി. ഇനി ദ ആവറേജ് സ്കോർ ഓഫ് ബോയ്സ് ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഗേൾസ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടില്ലാത്തത് കാണുക. അപ്പോൾ 20% ലെസ് എന്ന് പറഞ്ഞാൽ 20% 1/5 ആണ്. ദാൻ ഗേൾസ് 5 ആണെങ്കിൽ ബോയ്സ് എത്രയാണ്? ബോയ്സിൻ്റെ മാർക്ക് 4 ആണ്. അത് മാർക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയ്റ്റഡ് ആവറേജ് എടുക്കാം. അലിഗേഷൻ ചെയ്താലും വെയ്റ്റഡ് ആവറേജ് എടുത്താലും നമുക്ക് കമ്പൈൻഡ് ആവറേജ് വേണം. അപ്പോൾ നിങ്ങൾക്ക് അലിഗേഷൻ വേണ്ടി ചെയ്യാം, വെയ്റ്റഡ് ആവറേജ് ചെയ്യാം. എനിക്കിവിടെ വെയ്റ്റഡ് ആവറേജ് ആണ് എളുപ്പം. 5 2 10 ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. 10ഉം 12ഉം 22 ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ 22/5 കിട്ടും നമുക്ക് എന്തെന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന്. ഇങ്ങനെയാണ് കേസെങ്കിൽ നമ്മുടെ ആവറേജ്. അപ്പോൾ 22/5 വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. എത്ര? 44. ആവറേജ് സ്കോർ എത്രയാണ്? 44. 50 കുട്ടികളൊന്നും വേണ്ട. അപ്പോൾ 22/5 വാല്യൂ ആണ് 44. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ആവറേജ് സ്കോർ ഓഫ് ഗേൾസ്? ഗേൾസിൻ്റെ ആവറേജ് സ്കോർ എത്രയാണ്? 5 യൂണിറ്റ് ആണ്. 5ൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇത് രണ്ടുപേരും ഈ 5 അങ്ങ് മേടിൽ പോകുമ്പോൾ 5 × 2 × 5 അതായത് 22 × 25 50 മാർക്കാണ് ഗേൾസിൻ്റെ ആവറേജ് സ്കോർ. അപ്പോൾ ഈ അലിഗേഷൻ തന്നെയാണ്. ഇവിടെ അലിഗേഷൻ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ടോട്ടൽ 5 ആണ്. ഈ ഗ്യാപ്പ് 1 എന്ന് പറയുന്നത്. എന്നാൽ 3ൻ്റെ വാല്യൂ 1/3 അങ്ങനെ 5 - 1 അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് എന്താ കണ്ടുപിടിക്കണം? ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. വെയ്റ്റഡ് ആവറേജ് തന്നെയാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 3 5 ഈ 5 യൂണിറ്റാണ് ഇവിടുത്തെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എത്രയാണ്? 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 3/5 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയാണ്. അപ്പോൾ 5ൽ നിന്ന് എന്ത് ചെയ്യണം? 5 - 3/5. അപ്പോൾ 22/5 എന്ന് അവിടെയും കിട്ടും ഇത്. അപ്പോൾ ഈ കാര്യം അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ആ ഒരു മാത്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ് അത് ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ. യെസ്.